أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وهو الذي أنشأ جنات معروشات وغير معروشات والنخل والزرع مختلفا نكله والزيتون والرمان متشابها وغير متشابه كلوا من ثمره إذا أثمر وآتوا حقه يوم حصاده ولا تسرفوا إنه لا يحب المسرفين. ومن الأنعام حمولة وفرشا كلوا مما رزقكم الله ولا تتبعوا خطوات الشيطان إنه لكم عدو مبين. ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞത് കന്നുകാലികളുടെ വിഷയത്തിൽ മുശ്രിക്കുകൾ സ്വയമായി പലതും അള്ളാഹുവിൻ്റെ പേരിൽ കെട്ടിപ്പറഞ്ഞ് ചിലതിനെ നിഷിദ്ധമാക്കുകയും ചിലതിനെ ഹലാലാക്കുകയും ചിലതിനെ പുരുഷന്മാർക്ക് മാത്രം അനുവദിക്കുകയും ചിലത് പുരോഹിതന്മാർക്ക് വേണ്ടി മാറ്റിവെക്കുകയും അങ്ങനെ അള്ളാഹു ചെയ്ത അനുഗ്രഹത്തിൽ അവർ തന്നിഷ്ടം നടപ്പാക്കി മതനിയമങ്ങൾ എന്ന നിലക്ക് പോലെ കാര്യങ്ങൾ കെട്ടിപ്പറഞ്ഞതിനെ കുറിച്ചാണ്. അതിനെ തുടർന്ന് ഇത്തരം അനുഗ്രഹങ്ങൾ അള്ളാഹു ചെയ്തതിൻ്റെ കാര്യം, അള്ളാഹു എന്തിനാണ് ചെയ്തു തന്നിട്ടുള്ളതെന്നും എന്തൊക്കെയാണ് ചെയ്തു തന്നിട്ടുള്ളത് എന്നൊക്കെ ഓർമ്മപ്പെടുത്തുക. വഹുവല്ലദീ അൻഷഅ, അവനാകുന്നു, അല്ലദീ അൻഷഅ ഉണ്ടാക്കിയവൻ, സൃഷ്ടിച്ചവൻ, ജന്നാത്തിൻ തോട്ടങ്ങൾ. എങ്ങനെയുള്ള തോട്ടങ്ങൾ? മഅറൂഷാത്ത്, ഉയർത്തി നിർത്തപ്പെട്ട പന്തലിൽ പടർത്തപ്പെട്ട തോട്ടങ്ങൾ, മുന്തിരി പോലുള്ള. വഗൈറ മഅറൂഷാത്തിൻ, അങ്ങനെ പടർത്തപ്പെടാത്ത ഉയർത്തപ്പെടാത്ത തോട്ടങ്ങളും. വന്നഖ്ല, അതുപോലെ ഈത്തപ്പനകൾ. വസ്സർഅ, കൃഷികൾ. മുഖ്തലിഫൻ ഉക്കുലുഹു, ഉക്കുൽ എന്ന അതിൻ്റെ ഭക്ഷ്യ വിഭവങ്ങൾ, അതിൽ നിന്നുള്ള ഭക്ഷണങ്ങൾ. അത് മുഖ്തലിഫായ നിലക്ക്, വ്യത്യസ്തങ്ങളായ നിലക്ക്. വസ്സൈത്തൂൻ, അതുകൂടാതെ പിന്നെ സൈത്തൂൻ, ഒലീവ്. വറുമാൻ, മാതളം എന്നൊക്കെ പറയും, ഉറുമാമ്പഴം എന്ന് പറയും, പൊമഗ്രനേറ്റ്. അത് മുതശാബിഹൻ, പരസ്പരം സദൃശമായത്. വഗൈറ മുതശാബിഹിൻ, പരസ്പരം സാദൃശ്യമില്ലാത്തത്. ഇങ്ങനെയൊക്കെ തോട്ടങ്ങൾ, കൃഷികൾ, കായ്കനികൾ ഒക്കെ നിങ്ങൾക്കുണ്ടാക്കി തന്നവനാകുന്നു അല്ലാഹു. കുലു, നിങ്ങൾ തിന്നുക, ഭക്ഷിക്കുക. മിൻ സമരിഹി, അതിൻ്റെ കനികളിൽ നിന്ന്, കായ്ഫലങ്ങളിൽ നിന്ന്. ഇദാ അസ്മറ, അത് കായ്ച്ചാൽ, അത് കനി തന്നാൽ, അത് വളഞ്ഞാൽ നിങ്ങളതിൽ നിന്ന് ഭക്ഷിക്കുക. വആതു, നിങ്ങൾ നൽകുകയും ചെയ്യുക. ഹഖഹു, അതിൻ്റെ അവകാശം, അല്ലെങ്കിൽ അതിൻ്റെ പേരിലുള്ള കടമ. യൗമ ഹസ്വാദിഹി, ഹസ്വാദ് എന്ന് പറഞ്ഞാൽ വിളവെടുപ്പ്, കൊയ്ത്ത് എന്നൊക്കെയാണ്. അപ്പോൾ ആ കൊയ്ത്ത് ദിവസം, അല്ലെങ്കിൽ അതിൻ്റെ വിളവെടുക്കുന്ന ദിവസം അതിൻ്റെ മേലുള്ള കടമകൾ നിങ്ങൾ കൊടുത്തു കൂട്ടുകയും ചെയ്യുക. വലാ തുസ്രിഫു, നിങ്ങൾ അമിതമാക്കരുത്, ദുർവ്യയം ചെയ്യരുത്. ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, നിശ്ചയമായും അള്ളാഹു മുസ്രിഫീങ്ങളെ, ദുർവ്യയം ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നില്ല. ലാ യുഹിബ്ബു, അഹബ്ബ യുഹിബ്ബു. അപ്പോൾ ഇതിൽ അള്ളാഹു തന്ന കൃഷിയുമായി ബന്ധപ്പെട്ട അനുഗ്രഹങ്ങളാണ് പറയുന്നത്. തോട്ടങ്ങളുണ്ടാക്കി തന്നു, അതിൽ ഉയർത്തി പടർത്തപ്പെടുന്ന പന്തലിൽ വളരുന്ന തോട്ടങ്ങളുണ്ട്. അല്ലാത്ത നിലത്ത് വളരുന്നതോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഉയർത്താതെ സ്വന്തം അതിൻ്റെ തടിയിൽ നിൽക്കുന്ന മരങ്ങളായിട്ടുള്ളതോ അങ്ങനത്തെ തോട്ടങ്ങളുണ്ട്. അതൊക്കെ അള്ളാഹു നിങ്ങൾക്ക് സംവിധാനിച്ച് തന്നതാണ്. അതുപോലെ ഈത്തപ്പനകളും മറ്റ് കൃഷികളും, അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിൻ്റെ ഭക്ഷണങ്ങൾ, അതിൽ നിന്നുള്ള ഭക്ഷണങ്ങൾ വ്യത്യസ്തങ്ങളാണ്. അപ്പോൾ ഈത്തപ്പന തന്നെ എടുത്ത് നോക്കിയാൽ പലതരത്തിലുള്ള ഈത്തപ്പഴം നമുക്ക് ചിലപ്പോൾ മാർക്കറ്റിൽ പോയാൽ കാണാൻ പറ്റും. അത് നിറത്തിലും വലുപ്പത്തിലും രുചിയിലും ഒക്കെ വ്യത്യാസമുള്ള, ഗുണത്തിലൊക്കെ വ്യത്യാസമുള്ള രീതിയിൽ മുഖ്തലിഫായിട്ട്
മറ്റ് കൃഷികളുടെ കാര്യത്തിലും അങ്ങനെ തന്നെ, അരിയാകട്ടെ ഗോതമ്പാകട്ടെ, അങ്ങനെ എന്ത് സാധനം എടുത്ത് നോക്കിയാലും അതിലൊക്കെ പല തരങ്ങൾ അള്ളാഹു നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. അപ്പോൾ സൈത്തൂൻ, അതുപോലെ പിന്നെയുള്ളത് ഒലീവ. ഒലീവൻ അള്ളാഹു ഒരു അനുഗ്രഹീത വൃക്ഷം തന്നെ. അള്ളാഹു നൂറ് സമാവാത്തി അള്ളാഹുവിൻ്റെ പ്രകാശത്തെക്കുറിച്ചുള്ള ഉപമ പറഞ്ഞപ്പോൾ അതിൽ ഉദാഹരണമായിട്ട് പിന്നെ ഒരു സ്വയം പ്രകാശിക്കുന്ന ഒരു വിളക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ അവിടെ അതിൻ്റെ ഇന്ധനമായിട്ട് പറഞ്ഞത് സൈത്തൂനെ കുറിച്ചാണ്. ആ സൈത്തൂനെ പറ്റി ഇവിടെ മുബാറക്, അതായത് കിഴക്കിൻ്റെയും പടിഞ്ഞാറിൻ്റെയും അല്ലാത്ത അനുഗ്രഹീതമായൊരു വൃക്ഷത്തിൽ നിന്നുള്ള എണ്ണ എന്ന് പറഞ്ഞത് സൈത്തൂനെ കുറിച്ചാണ്. പിന്നെ സൈത്തൂന് അത് പിന്നെ ഒരു ഭക്ഷണം എന്നുള്ളതിൻ്റെ അപ്പുറത്ത് അത് ഔഷധ ഗുണമുള്ളതാണ്. അതുപോലെ അതിൻ്റെ എണ്ണ നമുക്ക് കറിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും, അത് പുരട്ടാൻ ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ വ്യത്യസ്തങ്ങളായ ഉപയോഗങ്ങളുള്ളതാണ്. ആ സൈത്തൂൻ തന്നെ പലതരത്തിലുണ്ട്, പല നിറത്തിലുണ്ട്. ഒരേ നിറത്തിലുള്ള കണ്ടവർ പോലുള്ളതിന് പല രുചികളുള്ളതുണ്ട്. അപ്പോൾ മുത്തശാബിഹൻ, പരസ്പരം സദൃശമായത്, വഗൈറ മുത്തശാബിഹ്, പരസ്പര സദൃശം അല്ലാത്തത്. കാഴ്ചക്ക് സാദൃശ്യമുണ്ട്, കാഴ്ചക്ക് സാദൃശ്യം ഇല്ലാത്തതുണ്ട്. അതിൽ തന്നെ രുചിയിലും ഗുണത്തിലും ഒക്കെ വ്യത്യസ്ത നിലവാരത്തിലുള്ളതുണ്ട്. അതുപോലെ തന്നെയാണ് റുമ്മാൻ, പലതരത്തിലുള്ള റുമ്മാൻ, അതിൻ്റെ ഗുണങ്ങളൊക്കെ. ഇങ്ങനെയൊക്കെ അള്ളാഹു നിങ്ങൾക്ക് ഒരുക്കി തന്നു. അപ്പോൾ ഇതൊക്കെ അള്ളാഹു നിങ്ങൾക്ക് ഭക്ഷണമായിട്ട് ഉണ്ടാക്കി തന്നതാണ്. കുലു, അതുകൊണ്ട് നിങ്ങൾ തിന്നോളി. അത് മിൻസമരിഹി ഇത അസ്മർ, അത് വിളവ് തന്നാൽ നിങ്ങളതിൻ്റെ കായ്കനികൾ ഭക്ഷിച്ചു കൊള്ളുക. അപ്പോൾ അവർ നേരത്തെ ചിലത് ഹറാം ചിലത് ഹലാൽ ഒക്കെ അവരുടെ ഇഷ്ടത്തിന് പറഞ്ഞ അങ്ങനെയല്ല, അള്ളാഹു നിങ്ങൾക്ക് തിന്നാൻ തന്നതാണ്. അതുകൊണ്ട് നിങ്ങളത് അള്ളാഹുവിനെ അംഗീകരിച്ചുകൊണ്ട് അതിൻ്റെ സ്രഷ്ടാവായി അള്ളാഹുവിനെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് അത് നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക. പക്ഷേ അതിൻ്റെ കൂടെ എന്തുണ്ട്? വാ തുഹക്കഹു യൗമ ഹസാദിഹി, അതിൻ്റെ വിളവെടുക്കുന്ന ദിവസം നിങ്ങളതിൻ്റെ അവകാശം കൊടുത്തു തീർക്കണം എന്ന് പറഞ്ഞു. ഇതിനെക്കുറിച്ച് രണ്ട് അഭിപ്രായങ്ങളുണ്ട്. സ്വഹാബത്തിൻ്റെ ഇടയിൽ തന്നെ രണ്ട് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. അതായത് ഇത് ആ വിളവുകളുടെ സക്കാത്തിനെ കുറിച്ചാണോ അല്ല സക്കാത്തിന് പുറമുള്ളതാണോ എന്നൊക്കെയുള്ള ചർച്ചയുണ്ട്. അപ്പോൾ മനുവരുടെ തഫ്സീറിലത് പ്രത്യേകം പറഞ്ഞിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പിന്നെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഈ വിഷയത്തിൽ വ്യത്യസ്ത അഭിപ്രായക്കാരായിരുന്നു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത് ഇത് സക്കാത്തിന് പുറമെയുള്ള ഒരു കടമയാണ്. സക്കാത്തിൻ്റെ കണക്കനുസരിച്ച് കൊടുക്കേണ്ടതാണ്. ഇത് കണക്കനുസരിച്ചല്ല, വിളവെടുക്കണ ചെയ്യുന്നുണ്ടെങ്കിലും സാധുക്കൾക്ക് കൊടുക്കണം. അത് അതിന് പുറമുള്ളൊരു കൽപ്പനയാണ്. അതുപോലെയുള്ള വേറെ കൽപ്പനകൾ ഖുർആനിലുണ്ട്. അനന്തരാവകാശം അത് വീതിക്കുമ്പോൾ നിങ്ങളവിടെ കുടുംബക്കാരോ ദരിദ്രരോ ഒക്കെ ആയിട്ടുള്ള ആളുകൾ സന്നിഹിതരാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അവരെ അവകാശമായിട്ടല്ല. ഓഹരിയില്ലാത്ത ആൾക്കാർ, പാവപ്പെട്ടവർ, വേണ്ടപ്പെട്ടവരൊക്കെ അവിടെ ഉള്ളപ്പോൾ അവർക്ക് എന്തെങ്കിലും കൊടുക്കണം എന്ന് വേറെ പറഞ്ഞത് കാണാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ സക്കാത്തിന് പുറമെ തന്നെ വിളവെടുക്കുന്ന ദിവസം അതിൻ്റെ ഒരു പങ്ക് പാവപ്പെട്ട ആളുകൾക്ക്, അവകാശമുള്ള ആളുകൾക്ക് കൊടുക്കുക എന്നുള്ളത് ഒരു നിർബന്ധ ബാധ്യതയാണ് എന്നാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒക്കെ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. വേറെ പിന്നെ ശേഷമുള്ള താബീങ്ങളുടെ പേരൊക്കെ അതിൻ്റെ കൂടെ അഭിപ്രായക്കാരത് കൊടുത്തിട്ടുണ്ട്. സയ്യിദ് ബിൻ ജുബൈർ പോലുള്ള ആളുകളുടെ പേരൊക്കെ അതിൽ കാണാൻ പറ്റും. പിന്നെ വ്യത്യസ്തമായൊരു അഭിപ്രായം പറയാനുള്ള കാരണം ഈ സൂറത്ത് മക്കി സൂറത്താണ്. സക്കാത്ത് നിർബന്ധമായത് ഹിജ്റയ്ക്ക് ശേഷമാണ്. ഹിജ്റ 2-ാം വർഷമാണ് സക്കാത്ത് നിർബന്ധമായത്, അതിൻ്റെ നിയമങ്ങളൊക്കെ അവതരിച്ചത്. അപ്പോൾ ഇത് അതിനു മുമ്പുള്ളൊരു കൽപ്പനയായിരുന്നു. സക്കാത്ത് അതിൻ്റെ കൃത്യമായ നിയമങ്ങളോടുകൂടി നിർബന്ധമാക്കുന്നതിന് മുമ്പുള്ളൊരു കൽപ്പനയാണ്. പിന്നെ സക്കാത്ത് നിർബന്ധമായതിൻ്റെ നിയമങ്ങളൊക്കെ നിശ്ചയിക്കപ്പെട്ടതോടുകൂടി ഈ നിർബന്ധം ഒഴിവായി. ഇതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പോലുള്ള ആളുകളുടെ അഭിപ്രായം. എന്നാലും അങ്ങനെ എന്തെങ്കിലും കൊടുക്കുന്നത് പുണ്യമുള്ള കാര്യമാണ്, ചെയ്യേണ്ടതാണ്, പക്ഷേ നിർബന്ധമല്ല എന്നുള്ള അഭിപ്രായമാണ് അവർ പറഞ്ഞിട്ടുള്ളത്. മൂന്നാമത്തെ ഒരു അഭിപ്രായം കൂടി പറഞ്ഞു കാണുന്നുണ്ട്, എന്താ പിന്നെ ഓർക്കുന്നുണ്ട്, നോക്കാം, നമുക്കിത് കഴിഞ്ഞിട്ട് നോക്കാം. അപ്പോൾ ആദ്യത്തെ അഭിപ്രായത്തിൽ അത് പറയുമ്പോൾ നമ്മൾ സൂറത്തുൽ കലമിൽ പഠിച്ച സംഭവം ഉണ്ടല്ലോ. അപ്പോൾ തോട്ടക്കാർ സാധുക്കൾക്കൊന്നും കൊടുക്കാതിരിക്കാൻ വേണ്ടി രാത്രി നേരത്തെ പോയിട്ട് വിളവെടുക്കാൻ തീരുമാനിക്കുകയും എന്നിട്ട് അല്ലാഹു അവർക്കൊരു പരീക്ഷണം നിലനിൽക്കുക തോട്ടം നശിപ്പിച്ച് കളയുകയും ചെയ്ത സംഭവം.
സൂറത്ത് കലമിൽ നമ്മൾ പഠിച്ചാണ്. അപ്പോൾ ആ രീതിയിൽ ഇതിന് പുറമെ കൊടുക്കേണ്ടതാണെന്നുള്ള അഭിപ്രായത്താണ് ഇബ്നു ഉമർ റളിയല്ലാഹു. പരീക്ഷ എന്നുള്ള നിലക്ക് ഈ രണ്ട് ആളുകളുടെ അഭിപ്രായം ഏതാണെന്നുള്ളത് ഓർത്ത് വെക്കുന്നത് നന്നായിരിക്കും. അവരെ കൂടുള്ള ഇബ്നു ഉമർ റളിയല്ലാഹു പറഞ്ഞത് ഇത് സക്കാത്തിൻ്റെ പുറമുള്ള ഒരു കടമയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറഞ്ഞത് സക്കാത്തിന് മുമ്പ് വന്ന നിയമമാണ്, അതുകൊണ്ട് ഈ നിർബന്ധം സക്കാത്തോടു കൂടി ഒഴിവായിട്ടുണ്ട്. എന്നാൽ പാവങ്ങൾക്ക് കൊടുക്കുക എന്നുള്ള നിലക്ക് ഹൈറാണ്, പുണ്യമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് പറഞ്ഞു വലാ തുസ്രിഫു, നിങ്ങൾ അമിതമാക്കരുത്. ഇത് അമിതവ്യയം പാടില്ല, ദുർവ്യയം പാടില്ല എന്നുള്ളത് മൊത്തത്തിൽ പല സ്ഥലത്തും പറഞ്ഞിട്ടുള്ള സംഗതിയാണ്. അങ്ങനെ അമിതവ്യയം ചെയ്യുന്നവർ പിശാചിൻ്റെ സഹോദരന്മാരാണെന്നുള്ള കാര്യമൊക്കെ ഖുർആനിൽ തന്നെ വന്നിട്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞത് അങ്ങനെ മൊത്തത്തിലുള്ളതിന് പുറമെ കൊടുക്കുകയാണെങ്കിലും അതിലും മിതത്വം വേണം. സ്വന്തം ഉപയോഗിക്കുന്ന വിഷയത്തിലെന്ന പോലെ അങ്ങനെയാണ് തഫ്സീറിൽ എഴുതി കാണുന്നത്. ഇത് കൊടുക്കുകയാണെങ്കിലും കൊടുക്കുന്നതിലും മിതത്വം വേണം. അപ്പോൾ ഒരാൾക്ക് ഒരു കൂട്ടർക്ക് ആവശ്യം നിർവഹിക്കാൻ കൊടുക്കുന്നതിൻ്റെ അപ്പുറം അതിൻ്റെ ഒരു വില ഇല്ലാത്ത രീതിയിൽ അത് അവർ പിന്നെ ദുർവ്യയം ചെയ്യുന്ന രീതിയിലൊക്കെ അമിതമാക്കി കൊടുക്കേണ്ടതില്ല. ആവശ്യങ്ങൾ പരിഹരിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്ത് കാര്യത്തിലും അമിതത്വം എന്നുള്ളത് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കാത്ത കാര്യമാണ്. ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, നിശ്ചയമായും അല്ലാഹു അമിതമായി ചെയ്യുന്നവരെ, അമിതത്വം കാണിക്കുന്നവരെ അല്ലെങ്കിൽ ദൂർത്തും ദുർവ്യയവും ചെയ്യുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല. അല്ലാഹു തന്ന സമ്പത്ത് അല്ലാഹു കൽപ്പിച്ചതുപോലെ നമുക്കതിൻ്റെ ഗുണങ്ങളെടുക്കാം, അതിൻ്റെ അവകാശങ്ങൾ കൊടുക്കുക, അതിൽ നന്ദി കാണിക്കുക. അമിതവ്യയം പാടില്ല. ഇപ്പോൾ കൃഷിയുടെ കാര്യം പറഞ്ഞു. ഇനി പറയുന്നത് കന്നുകാലികളെ കുറിച്ചാണ്. അപ്പം മിനൽ അൻആമി, അൻആം എന്ന് പറഞ്ഞാൽ കാലികൾ എന്ന് പറഞ്ഞാൽ ആട്, മാട്, ഒട്ടകങ്ങളാണ് ഇതിൻ്റെ പരിധിയിൽ വരെ. ലൈഫ് സ്റ്റോക്ക് എന്ന് പറയുന്ന ഈ 3 വിഭാഗങ്ങൾ. അത് ആടിനെ 2 ആക്കിയാൽ ചെമ്മരിയാട്, നാടൻ കോളാട് എന്നുള്ളതാകുമ്പോൾ 4. ഇതാണ് കാലികൾ എന്ന് പറയുമ്പോൾ, അന്നാം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. അതിലെന്തുണ്ട്? ഹമൂലത്തൻ. ഹമൂലത്ത് പറഞ്ഞാൽ ഭാരം വഹിക്കുന്നവ. ഹമല എന്ന് പറഞ്ഞാൽ വഹിച്ചു. ഹമൂലത്തൻ, കന്നുകാലികളിൽ നിന്ന് ഭാരം വഹിക്കുന്നവയെ, അതും അള്ളാഹുവാണ് നിങ്ങൾക്ക് അവയെ സൃഷ്ടിച്ച് ഈ ആവശ്യത്തിന് ഏർപ്പാടാക്കി സംവിധാനിച്ച് സൗകര്യപ്പെടുത്തി തന്നത്. വഫർഷൻ, പിന്നെ ഫർഷും. ഈ ഫർഷ് എന്താണെന്നുള്ളതിലും ഇതുപോലെ പല അഭിപ്രായങ്ങളുണ്ട്. ചെറുമൃഗങ്ങളിൽ നിന്നാണ് മനൂരി ആയത്തിൻ്റെ അർത്ഥമായിട്ട് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ കൊടുക്കാനുള്ള ന്യായം എന്താണെന്ന് പറയണം. ഫർഷ് എന്നുള്ള വാക്കിന് വിരിപ്പ് എന്നുള്ള അർത്ഥമുണ്ട്. ഫറാഷ എന്ന് പറഞ്ഞാൽ വിരിച്ചു. ഫറാഷ്, നമ്മൾ കാർപ്പറ്റ് വൃത്തിയാക്കുന്ന ആൾക്ക് ഫറാഷ് എന്ന തൂക്കുകാരെന്നുള്ളത്. ഫറാഷ എന്ന് പറഞ്ഞാൽ വിരിച്ചു എന്നാണ് ഫർഷ്. അപ്പോൾ ഫർഷ് എന്നുള്ളതിന് വ്യത്യസ്ത അർത്ഥങ്ങൾക്കനുസരിച്ച്. ഇപ്പോൾ ഫർഷ് എന്ന് പറഞ്ഞാൽ വിരിക്കപ്പെട്ടത് എന്ന് പറഞ്ഞപ്പോൾ ഭാഷയിൽ ഇതിൽ പറയുന്നുണ്ട്, നിഘണ്ടുവിൽ അതിന് കൊടുത്ത അർത്ഥങ്ങൾ ചെറിയ മരങ്ങൾ, അതുപോലെ ഇങ്ങനെ അധികം ഉയരത്തിൽ വളരാത്ത ഞാറ് പോലുള്ള ധാന്യച്ചെടികൾ, അതുപോലെ ചുള്ളി വിറകുകൾ, പിന്നെ വീട്ടിലുപയോഗിക്കുന്ന ചെറിയ ഉപകരണങ്ങൾ, മരുഭൂമി ഒക്കെ വിരിക്കപ്പെട്ടത് എന്നുള്ള ആശയവുമായി ചേരുന്ന, പരന്നത് വിരിക്കപ്പെട്ടതെന്നുള്ള ആശയമായിട്ട് ചേരുന്ന പല അർത്ഥങ്ങളും അതിനുണ്ട്. അപ്പോൾ അത് മൃഗങ്ങളുടെ കാര്യത്തിലാകുമ്പോൾ ചെറുത്, കാരണം അതൊക്കെ ചെറുപ്പം കാണിക്കുന്ന പ്രയോഗങ്ങളായതുകൊണ്ട് അവയുടെ കൂട്ടത്തിൽ ചെറുത് എന്നുള്ളതാണ് ഒരു അർത്ഥം. വേറൊന്ന് അത് ഫർഗ്. ഫർഗ് പറഞ്ഞ ശാഖ, ബ്രാഞ്ച്, ഫർഗ്. ഇത് ഫർഷ്. അപ്പോൾ വേറെ അർത്ഥം പറഞ്ഞത് ഫർഷ് വിരിപ്പ് നടത്തണ്ടല്ലോ. അപ്പോൾ വിരിക്കാൻ വേണ്ടി, വിരിപ്പുണ്ടാക്കാൻ വേണ്ടി രോമം എടുക്കാൻ പറ്റുന്ന ജന്തുക്കൾ എന്നുള്ള അർത്ഥം. അതുപോലെ നിലത്ത് അറുക്കാൻ വേണ്ടി നിലത്ത് കെടുത്തുന്ന അങ്ങനത്തെ ചെറിയ ജീവികൾ, ഇങ്ങനെയൊക്കെ പല അർത്ഥങ്ങൾ പലരും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെറിയ മൃഗങ്ങളിൽ നിന്ന് മനുവലി പരിഭാഷ കൊടുത്തിട്ടുള്ളത്. അപ്പം ഇതിനെ രണ്ടിനെയും, അതായത് ഭാരം വഹിക്കുന്ന ജീവികൾ കുറച്ച് വലുതായിരിക്കും സ്വാഭാവികമായിട്ട്, ഒട്ടകം പോലെ, കുതിര പോലെ, കഴുത പോലെ കുറച്ച് വലുപ്പമുള്ളത്. എന്നാൽ അതല്ലാത്ത ചെറിയ മൃഗങ്ങളുണ്ട്, ആടുകളും അതുപോലെയുള്ള ഒരു ചെറിയ മുയൽ പോലുള്ള ജീവികളൊക്കെ ഉണ്ടല്ലോ. അപ്പം അങ്ങനെ ചെറിയ ജീവികളെയും ഭാരം വഹിക്കാനൊക്കെ ശക്തിയുള്ള കന്നുകാലി വർഗത്തിൽപ്പെട്ട വലുതിനെയും ഒക്കെ
നിങ്ങൾക്ക് ഒരുക്കി തന്നത് സൃഷ്ടിച്ചു തന്നത് അള്ളാഹുവാണ്. അവിടെയും അള്ളാഹു പറഞ്ഞു കുലൂ മിമ്മാ റസഖക്കുമുല്ലാഹ്, അള്ളാഹു നിങ്ങൾക്ക് തന്നതിൽ നിന്ന് നിങ്ങൾ തിന്നുകൊള്ളുക. ഇവയൊക്കെ നമുക്ക് തിന്നാൻ വേണ്ടി ഭക്ഷണം ആയിട്ടാണ് പ്രധാനമായിട്ട് അതിൻ്റെ ഒരു ഉപകാരം അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക. നേരത്തെ കായികനികളെ പറ്റി പറഞ്ഞതുപോലെ തന്നെ കന്നുകാലികളുടെ കാര്യത്തിലും നിങ്ങൾ അതിൽ നിന്ന് ഭക്ഷിച്ചു കൊള്ളുക. അത് അള്ളാഹു നിങ്ങൾക്ക് തന്നതാണ്, റസഖക്കുമുല്ലാഹ്. എന്നാൽ വലാ തത്തബിഉ ഖുതുവാത്തി ശൈത്വാൻ, നിങ്ങൾ പിശാചിൻ്റെ ഖുതുവാത്ത് കാലടികൾ, ഖത്ത് അതിൻ്റെ ലൈൻ എന്നൊക്കെ അർത്ഥം, ഖത്തത്ത് കാലടി, അതിൻ്റെ ജമ്മ് ഖുതുവാത്ത്, അതിനെ നിങ്ങൾ പിൻപറ്റരുത്. അതായത് ഈ കാര്യത്തിലൊക്കെ അള്ളാഹ് പറയണത് അള്ളാഹുവിൻ്റെ നിയമങ്ങൾ അനുസരിക്കുക, അത് പാലിക്കുക എന്നല്ലാതെ പിശാചിൻ്റെ ദുർബോധനങ്ങൾക്ക് വഴങ്ങി നിങ്ങളിതിലൊക്കെ വേറെ നിലപാടുകൾ സ്വീകരിക്കരുത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ മുശ്രിക്കുകളുടെ വിഷയത്തിലൊക്കെ അവർ സ്വന്തം മതനിയമങ്ങൾ ഉണ്ടാക്കിയതൊക്കെ പിശാചിൻ്റെ പ്രേരണക്ക് വിധേയരായിട്ടാണ്. അങ്ങനത്തെ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, പിശാചിൻ്റെ വഴിയിൽ നിങ്ങൾ അവനെ പിൻപറ്റി പോകാൻ പാടില്ല, അവൻ്റെ കാലടികൾ പിന്തുടരാൻ പാടില്ല. ഇന്നഹൂലക്കും അദുവും മുബീൻ, നിശ്ചയമായും അവൻ പിശാച് നിങ്ങൾക്ക് അദുവാണ്, ശത്രുവാണ്. എങ്ങനെയുള്ള ശത്രു? മുബീൻ, വ്യക്തമായ ശത്രുവാണ്. സ്പഷ്ടമായി അവൻ നിങ്ങളുടെ ശത്രു തന്നെയാണ്, അതിൽ സംശയിക്കാനൊന്നുമില്ല. അതുകൊണ്ട് അവൻ്റെ കാലടികൾ പിന്തുടർന്ന് നിങ്ങൾ കുഴപ്പത്തിൽ അകപ്പെടാൻ പാടില്ല. ഇനി പറയുന്നത്, ഇപ്പോൾ കാലികളെ പറ്റിയാണല്ലോ പറഞ്ഞത്. ആ കാലികൾ 8 വിഭാഗം ആയിട്ട് അള്ളാഹു നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് സമാനിയത്ത് അസ്വാജ്, 8 ഇണകൾ. സമാനിയത്ത് എന്ന് 8, സൗജിൻ്റെ ജമ്മ അസ്വാജ്, 8 ഇണകൾ. സൗജിന് ഇനം എന്നൊക്കെ അർത്ഥമുണ്ട്. ഇവിടെ ഇണ കാരണം 4 വർഗത്തു നിന്നുള്ള ആണും പെണ്ണും എന്ന് ഉദ്ദേശിക്കുന്നത്. മിനദ്ദഅനി ഇസ്നൈൻ, ദഅന് പറഞ്ഞാൽ ചെമ്മരിയാട്. ഈ വാക്കുകളെ അർത്ഥക്കൊന്ന് നമുക്ക് അത്ര പരിചയമില്ലാത്ത വാക്കുകളാണെന്ന് ഓർത്ത് വെക്കുക. ദഅന് ചെമ്മരിയാട്, ചെമ്മരിയാട്ടിൽ നിന്ന് ഈ രണ്ടെണ്ണം അത് ആണും പെണ്ണും. വമിനൽ മഅസി ഇസ്നൈൻ, മഅസ് പറഞ്ഞാൽ കോലാട്, മറ്റേത് ഷീപ്പ്, ഇത് ഗോട്ട്. എന്ന് പറഞ്ഞാൽ ഷീപ്പ്, മഅസ് ഗോട്ട്. അതൊന്നും ഇസ്നൈൻ, 2 എണ്ണം ആണും പെണ്ണും. എന്നിട്ട് അത് പറഞ്ഞിട്ട് അള്ളാഹ് ചോദിക്കുകയാണ്, കുൽ നബിയെ അവരോട് ചോദിക്കണം. എന്താ ചോദിക്കണം? ആ ദക്കറൈനി, ദക്കർ എന്ന് പറഞ്ഞാൽ ആണ്, ദക്കറൈൻ 2 ആണ്, അതിൻ്റെ കൂടെ അത് ദക്കറൈൻ, ഇപ്പം ഈ പറഞ്ഞതിലുള്ള 2 ആണ്, അതിൻ്റെ കൂടെ ആ എന്ന് ചോദ്യമാക്കാൻ വേണ്ടി ചേർത്തതുകൊണ്ടാണ് ആ ദക്കറൈൻ എന്ന് വായിക്കുന്നത്. ആ ദക്കറൈനാണ്. അപ്പോൾ എന്തായി? 2 അതിലുള്ള 2 ആണാണോ ചോദിക്കുകയാണ്. ഹറമ അള്ളാഹു നിഷിദ്ധമാക്കിയത്, അതോ അൽ ഉൻസയൈൻ അതിലുള്ള 2 പെണ്ണാണോ അള്ളാഹു നിഷിദ്ധാക്കിയത്? ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ, ചിലത് ആണുങ്ങൾക്ക് തിന്നാൻ പറ്റുള്ളൂ, ചിലതിനെ ഒരു ഉദ്ദേശിച്ച പ്രത്യേക ആൾക്കാർക്ക് തിന്നാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഈ പറഞ്ഞതിൽ 2 ആണിനെയാണോ റബ്ബ് നിഷിദ്ധാക്കിയത്, അതോ 2 പെണ്ണിനെയാണോ എന്നവരോട് ചോദിച്ചു നോക്കി. അമ്മസ്തമലത് അലൈഹി അർഹാമുൽ ഉൻസയൈൻ, അതല്ല ഇസ്തമലത്, ഇസ്തമല പറഞ്ഞാൽ ഉൾക്കൊണ്ടു എന്നാണ്. അർഹാം ഗർഭപാത്രങ്ങൾ, റഹിം എന്നുള്ളതിൻ്റെ ജംആണ് അർഹാം. അർഹാമുൽ ഉൻസയൈൻ, ആ 2 അതിലുള്ള 2 പെണ്ണിൻ്റെ, അതായത് ചെമ്മരിയാട്, ഒരു ചെമ്മരിയാടും ഒരു കോലാടും പറഞ്ഞല്ലോ, അതിലൊക്കെ ആണും പെണ്ണുണ്ട്. ആ 2 പെണ്ണിൻ്റെ ഗർഭാശയത്തിൽ ഉൾക്കൊണ്ടിട്ടുള്ളതിനെയാണോ റബ്ബ് നിഷിദ്ധാക്കിയത് എന്ന് അവരോട് ചോദിക്കുക. അപ്പോൾ അവരിഷ്ടത്തിന് ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതാ റബ്ബ് നിഷിദ്ധാക്കിയത്? താണിനെയാണോ അതോ പെണ്ണിനെയാണോ അതോ ഗർഭത്തിലുള്ള കുട്ടിനെയാണോ? അങ്ങനെയാണെങ്കിൽ അത് നിഷിദ്ധാക്കിയിട്ടെങ്കിൽ എങ്ങനെയാണ്? എല്ലാത്തിനും ഇത് ബാധകമാണ്. ഒന്നുകിൽ കോലാടുന്നും ചെമ്മരിയാടുന്നും ആൺവർഗത്തിന് തിന്നാൻ പറ്റില്ല എന്ന് പറയണം, അല്ലെങ്കിൽ ഗർഭത്തിലുള്ളതിന് തിന്നാൻ, എല്ലാത്തിനും ബാധകമാണ്. ഇവരങ്ങനെയല്ല, അവർ ചിലതിനെ തിരഞ്ഞെടുത്തിട്ട് അങ്ങനെ നിയമങ്ങൾ പറയാണ് ചെയ്തിരുന്നത്. അപ്പോൾ അതിലേതാണ് അള്ളാഹു നിഷിദ്ധാക്കിയതെന്ന് അവരോട് ചോദിക്കുക. നബ്ബി ഊനി, നിങ്ങൾ എനിക്ക് അറിയിച്ചു തന്നാലും, ബിഇൽമിൻ, ഒരറിവിൻ്റെ അടിസ്ഥാനത്തിൽ. നബ്ബി ഊനി, നബ്ബ വിവരം തരിക. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? വെറുതെ പറഞ്ഞാൽ പോരാ, ബിഇൽമിൻ, ഒരറിവിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ എനിക്ക് അത് പറഞ്ഞു തരിക, വിവരിച്ചു തരിക. ഇൻ കുൻതും സ്വാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ. ഇത് അള്ളാഹു നിഷിദ്ധാക്കിയതാണ് എന്നൊരു മതനിയമമായിട്ട് നിങ്ങൾ പറയുന്നത്, നിങ്ങൾ സത്യം പറയുകയാണെങ്കിൽ നിങ്ങളൊന്ന് അതൊന്ന് ഇതിലേതാ റബ്ബ് നിഷിദ്ധാക്കിയതെന്ന് നിങ്ങളൊന്ന് പറയും. പിന്നെ അടുത്ത വർഗത്തെക്കുറിച്ച് പറയാം. വമിനൽ ഇബിലി,
ഇബിലിൽ അതായത് ഒട്ടകത്തിലും ഇസ്നയൈൻ 2 എണ്ണം ആണും പെണ്ണും. വമിനൽ ബഖരി അതുപോലെ പശു വർഗത്തിൽ, ഇപ്പോൾ ആ വർഗത്തിൽ പെട്ടൊക്കെ പെടും. മാട് നമ്മൾ പറയുന്ന എല്ലാ സാധനത്തിലും പെടും ബക്കർ എന്നുള്ളതിൽ. ഇസ്നയൈൻ അതിലുള്ള ആണും പെണ്ണും. അപ്പം അങ്ങനെ 4 വർഗ്ഗമാണ്. അല്ലാഹു കന്നുകാലികൾ 8 ഇണകൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കുക, ഒരു ചോദ്യമായിട്ട് ചോദിക്കുക. അല്ലെങ്കിൽ അത് കൂട്ടിക്കലർത്തിയിട്ടോ ഒഴിവാക്കിയിട്ടോ അല്ലെങ്കിൽ മിസ്സിങ് ഏതാണെന്നോ ഒക്കെ ചോദിക്കുക. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി വേണം ദാന്, പിന്നെ മഅസ്, ഇബില്, ബക്കർ, അങ്ങനെ 4 വർഗ്ഗം. അതിലാണും പെണ്ണും. മഅസ് എന്ന് പറഞ്ഞാൽ കോലാട്, ദാന് ചെമ്മരിയാട്, പിന്നെ ഇബില് ഒട്ടകം, ബക്കർ മാട് പശുവർഗം. ജമല് ഒട്ടകത്തിൽ പെട്ടതാണ്. ഒട്ടകത്തിൽ ആണൊട്ടകത്തിന് മാത്രം പറയുന്ന വാക്ക്. ഇബിലാണ് മൊത്തത്തിൽ എല്ലാ ഒട്ടകത്തിനും ഉൾക്കൊള്ളുന്ന വാക്ക് ഇബിലാണ്. ഒട്ടകത്തിന് ഒരുപാട് വാക്കുകളുണ്ട്. മൊത്തത്തിൽ എല്ലാത്തിനും പറയാൻ പറ്റുന്ന പേര് ഇബിലാണ്. ബഈർ അതുപോലെ ജമൽ വേറെ വേറെ വാക്കുകളുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ഉള്ള ആൺ പെൺ അങ്ങനെ 8 കന്നുകാലികളെ 8 ഇണകളാക്കിയിട്ട്, അത് ചോദിക്കട്ടെ എത്ര ഇണകളാണ്? 8 ഇണകളാക്കിയിട്ട് അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നു. ഇവിടെയും പിന്നെ അവരോട് ചോദിക്കാൻ പറയാണ്, ഉൽ നബിയെ അവരോട് ചോദിക്കണം, ആ ദക്കറൈനി ഹറം, അതിലുള്ള ആണുങ്ങളെയാണോ ഇതിലുള്ള ആൺവർഗത്തെയാണോ അല്ലാഹു നിഷിദ്ധാക്കിയത്? അമിൽ ഉൻസയൻ അല്ലെങ്കിൽ അതിൻ്റെ 2ൻ്റെയും പെണ്ണിനെയാണോ? അതായത് ഒട്ടകവർഗത്തുനിന്നും പശുവർഗത്തുനിന്നുള്ള പെണ്ണിനെയാണോ? അമ്മസ്തമലത്തായി റഹാമുൽ ഉൻസയൻ അല്ലെങ്കിൽ അതിലെ പെണ്ണുങ്ങൾ പെൺജീവികളുടെ ഗർഭാശയങ്ങളിലുള്ളതിനെയാണോ അത് ഉൾക്കൊണ്ടിട്ടുള്ളതിനെയാണോ? ഇതിനെ റബ്ബ് നിഷിദ്ധാക്കി നിങ്ങളൊന്ന് പറയും. എന്നിട്ട് അല്ലാഹു ചോദിക്കും, അം കുൻതും ശുഹദ, നിങ്ങൾ സാക്ഷികളായിരുന്നോ? അം കുൻതും നിങ്ങളായിരുന്നോ ശുഹദ സാക്ഷികൾ. ഇത് വസ്വാക്കും അവൻ നിങ്ങളോട് വസിയത്ത് ചെയ്തപ്പോൾ, ഉപദേശിച്ചപ്പോൾ, അള്ളാഹു ഉപദേശിച്ചപ്പോൾ, ബിഹാദ ഈ കാര്യം അതൊക്കെ അള്ളാഹു നിങ്ങൾക്ക് ഒരു വസിയത്തായി ഉപദേശമായി കൽപ്പനയായിട്ട് വിവരിച്ചു തന്നപ്പോൾ നിങ്ങൾ അതിന് സാക്ഷ്യം വഹിച്ച ആൾക്കാരാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ പറയണത് എന്നവരോട് ചോദിക്കുക. എന്നിട്ട് പറയണം, ഇതിപ്പോൾ അവരെ ചോദിച്ചിട്ട് അവർക്ക് ഉത്തരമില്ല എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ അവരെ ചോദിച്ച് ഉത്തരം മുട്ടിച്ചിട്ട് അവരെ എന്നൊരു മറുപടി കിട്ടാനല്ല, അതിൻ്റെ സംഗതി അള്ളാഹു വിശദീകരിക്കുകയാണ്. അടുത്ത ഭാഗത്താണ് ഫമൻ അദ്ലം, അപ്പോൾ ആരാണ് ഏറ്റവും അധികം അക്രമം ചെയ്തവൻ? മിമ്മൻ യാതൊരുത്തനേക്കാൾ, ഇഫ്തറ അവൻ കെട്ടിപ്പറഞ്ഞു ചമച്ചുണ്ടാക്കി, അലല്ലാഹി അള്ളാഹുവിൻ്റെ മേൽ കദിബൻ കളവ്, അള്ളാഹുവിൻ്റെ മേൽ കളവ് കെട്ടിപ്പറഞ്ഞവനേക്കാൾ അക്രമം ചെയ്തവനായി ആരാണുള്ളത്? ഇവരിപ്പോൾ അതാണ് ചെയ്യുന്നത്. അതിനേക്കാൾ വലിയ അക്രമം ചെയ്തവൻ ആരുണ്ട്? എന്തിനാ അവർ ചെയ്യുന്നത്? ലി ഉദില്ലന്നാസ, ജനങ്ങളെ വഴിതെറ്റിക്കാൻ വേണ്ടി. അതല്ല വഴിപഴപ്പിച്ചു. ബി ഗൈരി ഇൽമിൻ, ഒരറിവുമില്ലാതെ, ഒരറിവിൻ്റെ അടിസ്ഥാനത്തിലല്ല, ആ വിഷയത്തിൽ അവരുടെ കയ്യിൽ ഒരു അറിവോ തെളിവോ ഒന്നുമില്ലാതെ ജനങ്ങളെ വഴിതെറ്റിക്കാൻ വേണ്ടി അവരുടെ പുരോഹിതന്മാർ പറഞ്ഞു കൊടുക്കുക, അവരതനുസരിച്ച് അത് നിയമമാക്കി കൊണ്ടെടുക്കുക. അങ്ങനെ അള്ളാഹുടെ പേരിൽ കാര്യങ്ങൾ കെട്ടിച്ചമച്ച് പറഞ്ഞ് ജനങ്ങളെ വഴികേടിലാക്കുന്നവനേക്കാൾ അക്രമം ചെയ്തവനായി ആരാണുള്ളത്? ഇത് ഏത് കാലത്തുള്ള ഏതാൾക്കും ബാധകമാണ്. ഈ നിലപാട് ആർക്കൊക്കെ ഉണ്ടോ അവർക്കൊക്കെ ബാധകമാണ്. ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ, നിശ്ചയമായും അള്ളാഹു അക്രമികളായ ആളുകളെ സന്മാർഗത്തിലാക്കുകയില്ല. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ കാര്യത്തിൽ തന്നെ ഇത്തരം അക്രമം കാണിക്കുന്ന ആളുകളെ അള്ളാഹു സന്മാർഗത്തിലാക്കുകയില്ല. സന്മാർഗം തടയപ്പെടുന്നൊരു കാര്യമാണ്. അള്ളാഹിനെ പറ്റി അറിയാത്തത് പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ പേരിൽ അള്ളാഹു അവതരിപ്പിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ കെട്ടിപ്പറയുക എന്നത് ഹിദായത്ത് തടയപ്പെടുന്നൊരു കാര്യമാണ്. അത് വലിയ അക്രമമാണ്. അത്തരം അക്രമങ്ങൾ അള്ളാഹു ഹിദായത്തിലാക്കുകയില്ല. അടുത്ത 2 ആയത്തിൻ്റെ അർത്ഥം പറയേണ്ട വിശദീകരണം നമുക്ക് കുറച്ചധികം ഉണ്ട്, നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഖുൽ നബിയെ പറയുക, ലാ അജിദു ഞാൻ കാണുന്നില്ല, ഫീമാ ഊഹിയ ഇലയ്യ, ഊഹിയ എനിക്ക്, ഊഹിയ വഹി നൽകപ്പെട്ടു, ബോധനം നൽകപ്പെട്ടു, ഇലയ്യ എനിക്ക്, മാ എന്തൊന്ന്, അതിന് മുന്നേ ഫീ എന്ന് പറഞ്ഞാൽ ആ എനിക്ക് ബോധനം നൽകപ്പെട്ട കാര്യത്തിൽ ലാ അജിദു ഞാൻ കാണുന്നില്ല, മുഹറമൻ ഹറാമാക്കപ്പെട്ടതായി നിഷിദ്ധമാക്കപ്പെട്ടതായിട്ട്, അലാ ത്വാഇമിൻ ഭക്ഷിക്കുന്ന ഒരാൾക്ക്, യത്അമുഹു അവനതിനെ ഭക്ഷിക്കുന്നു, അങ്ങനെ ഭക്ഷണം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന
ഭക്ഷണം കഴിക്കുന്ന ഒരാൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടതായി എനിക്ക് വഹി നൽകപ്പെട്ടതിൽ ഞാൻ ഒന്നും കാണുന്നില്ല ഇല്ല ഒഴികെ. എന്തൊഴികെ? അയ്യക്കൂന മൈത്തൻ, അത് ശവമായതാണെങ്കിൽ ഒഴികെ, ചത്തതാണെങ്കിൽ ഒഴികെ. ചത്തതിന് തിന്നാൻ പാടില്ല, അത് മുഹറമാണ്. ഔ ദമൻ, അല്ലെങ്കിൽ രക്തം. എങ്ങനെയുള്ള രക്തം? മസ്ഫൂഹൻ, ചിന്തപ്പെട്ട. ദമെന്ന് മാത്രമായിട്ട് ഖുർആനിൽ വേറെ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഒന്ന് വിശദീകരിച്ച് പറയാണ് ദമൻ മസ്ഫൂഹൻ. അപ്പോൾ എല്ലായിടത്തും അത് ബാധകമാണ്. ചിന്തപ്പെട്ട രക്തം, ഒഴുക്കപ്പെട്ട രക്തം, കറുത്തിട്ടോ മുറിവ് പറ്റിയിട്ടോ ഒക്കെ പുറത്തു വന്ന രക്തം, അത് എന്താണ്? മുഹറമാണ്, തിന്നാൻ പാടില്ലാത്തതാണ്. ഔ ലഹ്മ ഖിൻസീരിൻ, അല്ലെങ്കിൽ ഖിൻസീർ, പന്നിയുടെ ലഹ്മ്, മാംസം. അതിന് വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു ഫഇന്നഹു റിജ്സുൻ, നിശ്ചയമായും അത് റിജ്സാണ്, അത് മ്ലേച്ഛമാണ്, മലിനമാണ്. റിജ്സിന് അർത്ഥമാണ്. അല്ലെങ്കിൽ ഔ ഫിസ്ഖൻ ഉഹില്ല ലിഗൈരില്ലാഹി, ഉഹില്ല എന്ന് പറഞ്ഞാൽ ശബ്ദം ഉയർത്തപ്പെട്ടു എന്നാണ്. ലിഗൈരില്ലാഹി, അല്ലാഹു അല്ലാത്തവന്, അല്ലാഹു അല്ലാത്ത ഒന്നിന് വേണ്ടി ഉഹില്ല ബിഹി, അത് മുഖേന ശബ്ദമുയർത്തപ്പെട്ട ഫിസ്ക്, അധർമ്മം. അതായത് അള്ളാഹുവിൻ്റേതല്ലാത്ത പേരുച്ചരിച്ചുകൊണ്ട് അറുക്കപ്പെടുന്ന ഏത് ജീവിയും അങ്ങനെ അറുക്കുക എന്നുള്ളത് തെറ്റായ കാര്യമാണ്, അധർമ്മമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ അറുക്കപ്പെട്ടതിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് ഫിസ്ക് എന്നാണ്, അധർമ്മം, തോന്നിവാസം എന്നാണ്. അതും എന്താണ്? മുഹറമാണ്, ഭക്ഷിക്കാൻ പാടില്ലാത്തതാണ്. അപ്പോൾ നേരത്തെ കന്നുകാലികളെ പറ്റി പറഞ്ഞു, അതൊക്കെ അള്ളാഹു നിങ്ങൾക്ക് തിന്നാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്, അത് നിങ്ങൾ തിന്നോളി എന്ന് പറഞ്ഞു. എന്നിട്ട് ഇവിടെ പറയുന്നത് എനിക്ക് വഹി നൽകപ്പെട്ടതിൽ തിന്നൽ നിഷിദ്ധമായതായിട്ട് ഞാൻ കാണുന്നത് ഇത് മാത്രമാണ്, ഇതല്ലാത്തൊന്നും നിഷിദ്ധമാക്കപ്പെട്ടതായി ഞാൻ കാണുന്നില്ല എന്ന് നബിയെ അവർക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇവർ അത് ഹറാമ്, ഇത് ഹറാമ് എന്നൊക്കെ അവരുടെ സ്വന്തം ഇഷ്ടത്തിന് പറഞ്ഞിരുന്ന ആൾക്കാരോട് അങ്ങനെയൊന്നുമില്ല, അള്ളാഹു ഇത്രയാണ് നിഷിദ്ധാക്കിയിട്ടുള്ളത്, ഇതല്ലാതെ മറ്റൊന്നും നിഷിദ്ധമാക്കപ്പെട്ടതായി എനിക്ക് വഹി നൽകപ്പെട്ടതിലില്ല എന്ന് നബിയെ പറയുക. അപ്പം എന്തൊക്കെ പറഞ്ഞത്? 4 കാര്യമാണ് പറഞ്ഞത്. എന്ത്? മൈത്തത്ത്, ശവം, അതായത് ചത്തത്, നമ്മൾ അറുത്തതല്ല, അറുക്കാതെ ചത്തത്. ഔ ദമൻ മസ്ഫൂഹൻ, ചിന്തപ്പെട്ട രക്തം. ഔ ലഹ്മ ഖിൻസീർ, പന്നിയുടെ മാംസം. അതുപോലെ ഔ ഉഹില്ല ലിഗൈരില്ലാഹി ബിഹി, അള്ളാഹു അല്ലാത്തവന് വേണ്ടി ശബ്ദമുയർത്തപ്പെടാം, അള്ളാഹുവിൻ്റെ പേരിലല്ലാതെ അറുക്കപ്പെട്ടത്. എന്നാലും നിഷിദ്ധമാണ്, ഇതല്ലാതെ മറ്റൊന്നും മുഹറമാക്കപ്പെട്ടതായി ഞാൻ കാണുന്നില്ല. അപ്പം നമുക്ക് മനസ്സിക്ക് വേറെ ചില സംശയങ്ങൾ വരുന്നുണ്ട്, ഇതിൻ്റെ വിശദീകരണത്തിൽ ഇൻഷാ അല്ലാഹ് വരും. ഇതിൻ്റെ പുറമെ ഹദീസുകളിൽ നിശ്ചിത കാര്യങ്ങളുണ്ട്, അതിന് വിരുദ്ധമല്ല, അതുമായിട്ട് ചേർന്ന് തന്നെയാണ് വരുന്നത്. അതൊക്കെ അതിൻ്റെ വിശദീകരണത്തിൽ വരും. അയ്യാത്തും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഫമൻ ഇൽതുറ, അപ്പോൾ ആരാണോ നിർബന്ധിക്കപ്പെട്ടത്, ഗൈറ ബാഗിൻ, അതിനെ ആഗ്രഹിക്കുന്നവനായിട്ടല്ലാതെ, വല ആദിൻ, അതിര് കവിയുന്നവനായിട്ടുമല്ലാതെ, അങ്ങനെ ആരെങ്കിലും നിർബന്ധിക്കപ്പെട്ടാൽ അവനത് വേണമെന്ന് ആഗ്രഹമില്ല, ഇനി അത് ഉപയോഗിക്കുമ്പോൾ അതിൽ അവൻ ഒരിക്കലും അതിര് കവിയുന്നുമില്ല, അങ്ങനെ നിർബന്ധിക്കപ്പെട്ട ഒരവസ്ഥയിൽ ആരെങ്കിലും ആയാൽ അത് ഉപയോഗിച്ചാൽ ഫഇന്ന റബ്ബക ഗഫൂറുർ റഹീം, അപ്പോൾ അള്ളാഹു ഏറെ പൊറുക്കുന്നവനും നിൻ്റെ റബ്ബ് ഏറെ പൊറുക്കുന്നവനും ഏറെ കരുണ കാണിക്കുന്നവനുമാണ്. അതായത് ഇത് അള്ളാഹു കൃത്യമായിട്ട് വ്യക്തമായി ഹറാമാക്കിയ സംഗതികളാണ്. പക്ഷെ ഒരാൾ നിർബന്ധിക്കപ്പെട്ടാൽ അയാൾക്ക് ഒന്നുകിൽ വേറെ ആരെങ്കിലും ബലപ്രയോഗത്തിലൂടെ അയാൾ നിർബന്ധിച്ച് ഭക്ഷിപ്പിക്കുക, അല്ലെങ്കിൽ മറ്റൊന്നും ഭക്ഷിക്കാനില്ലാതെ ഒരാൾക്ക് ജീവൻ നിലനിർത്താൻ ഇത് മാത്രം കിട്ടുന്ന ഒരവസ്ഥ വരിക, അതിനോട് അയാൾക്ക് ആഗ്രഹമില്ല. അതുപോലെ അയാൾ ഏറ്റവും അത്യാവശ്യമായിട്ട് അയാൾ ജീവൻ നിലനിർത്താൻ ആവശ്യം, അതിൻ്റെ അപ്പുറത്തേക്ക് അയാൾ അതിന് കടക്കുന്നില്ല. അങ്ങനെ ഒരവസ്ഥയിൽ, അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഭക്ഷിക്കേണ്ടി വന്നാൽ അത് അനുവദിക്കപ്പെട്ടതാണ്. അതിൻ്റെ പേരിൽ അവൻ കുറ്റക്കാരനാവുകയില്ല, അള്ളാഹുവിന് പുറത്തു കൊടുക്കും, അവനോട് കരുണ കാണിക്കും. ഇൻഷാ അല്ലാഹ് അതിൻ്റെ വിശദീകരണം അടുത്ത ആഴ്ചയിൽ നമുക്ക് പിന്നീട് പറയാം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക.